ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് നമ്മൾ ലാൻസർ മോഡിഫിക്കേഷൻ പാർട്ട് 2 ആണ്. അപ്പം വണ്ടി നമ്മൾ പക്ക സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ വണ്ടി കാണിച്ചു തരാം. വണ്ടി ഇവർ പറഞ്ഞേക്കുന്നത് ഓഫീസിൽ ഞാൻ അവിടെ ഓഫീസിൻ്റെ ഇപ്പുറമായിരുന്നു വണ്ടി വെച്ചത്. അവിടെയല്ല ഉണ്ടാവുക, ബാക്കിലായിരിക്കും എല്ലാ വണ്ടിയും പണിതിട്ട് വെക്കാൽ. അപ്പം ഞാൻ അവിടത്തേക്ക് പോവാണ്. ഇനി അവിടെ നമുക്ക് വണ്ടി കാണാം. വണ്ടിയുടെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ വണ്ടി എടുത്തതിന് ശേഷം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ എങ്ങാണ്ടായിട്ട് വണ്ടി ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. അവിടെ കാണുന്നുണ്ട് ഒരു വണ്ടി, ഒരു കളറുള്ള ഒരു വണ്ടി കാണുന്നുണ്ട്. നമുക്ക് ആ വണ്ടിയെ പോയിട്ട് എടുത്ത് നോക്കാം. നമ്മളിപ്പം വണ്ടി കാണിക്കും. ഇപ്പം റിവീൽ ചെയ്യും വണ്ടി. 3, 2, 1 ഗോ ഗൈസ്. അപ്പം ഇതാണ് നമ്മളുടെ വണ്ടി. ലാൻസറിന് വേറെ മാറ്റവും വണ്ടി ലാൻസർ ആണ്. അപ്പം കളറിലൊന്നും മാറ്റം വരുത്തിയിട്ടില്ല. ആകെ മാറ്റം വരുത്തിയിരിക്കുന്നത് കിറ്റും പിന്നെ പവറുമാണ്. പവറിൽ നമ്മൾ മാറ്റം നല്ലോണം വരുത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ വണ്ടി വരുന്നത്. ഇനി നമ്മൾ വീട്ടിൽ പോയിട്ട് ബാക്കി വണ്ടിയുടെ വിശേഷം കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പം ഇനി നേരെ വണ്ടി വീട്ടിലേക്ക് വിടാം. സൗണ്ട് കേൾപ്പിച്ചു തരാം ഒന്ന്. ഇതാണ് സൗണ്ട് വരുന്നത്. പക്ക കിടില സൗണ്ടാണ്. അപ്പം ഇനി നേരെ നമുക്ക് വീട്ടിൽ പോകാം. വീട്ടിൽ പോയിട്ട് നമുക്ക് ബാക്കി വണ്ടിയുടെ വിശേഷം കാര്യങ്ങളൊക്കെ പറയാം. പിന്നെ വണ്ടി പക്ക ലോവർ ചെയ്തുകൊണ്ട് തന്നെ വണ്ടിക്ക് ഇതാക്കാൻ കഴിയില്ല. ഒരു സ്ഥലത്തു നിന്ന് താഴോട്ട് ഇരിക്കുമ്പം തന്നെ വണ്ടി തട്ടും. അതിപ്പോൾ കാണിച്ചു തരാം. ഇവിടെ നിന്ന് ചെറുങ്ങനെ താഴോട്ട് അതാണ്ട് അടിച്ച് ഇതെന്ന് വെച്ചാൽ അവിടെ നിന്ന് ഇവിടുത്തെ കുറച്ച് ഇതുണ്ട്, ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിൽ ചെറുങ്ങനെ തട്ടിയിട്ട് സ്ലിപ്പായിട്ട് തട്ടിപ്പോന്നെയാണ്. അവിടെ കീമോ ഒരു ഇതുണ്ടാവും, വണ്ടി കണ്ട ഒരു കുലുക്കം പോലെ ഉണ്ടാവും, ചെറുങ്ങനെ ഉണ്ടാവും. പക്ഷേ അത് അടി തട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇനി നമുക്ക് നേരെ വീട്ടിൽ പോവാം. വീട്ടിൽ പോയിട്ട് ബാക്കി ഈ വണ്ടിയുടെ വിശേഷം കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. പിന്നെ ചെറുതായിട്ടല്ല, നല്ല രീതിക്ക് പവർ മാറ്റിയിട്ടുണ്ട്. അന്നൊക്കെ 100-ലെത്തണമെങ്കിൽ കുറച്ച് ടൈം പിടിക്കുമായിരുന്നു. പക്ഷെ ഇപ്പം 100-ലെത്താൻ നിങ്ങൾ നോക്കുന്നുണ്ട്. ആ വണ്ടി അവിടെ ഇവിടെയൊക്കെ ഇടിച്ചിട്ടാണ് പോകുന്നത്. സ്ഥലം മാറിയോ എന്നൊരു ഡൗട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ അങ്ങ് ഫുഡിൻ്റെ അവിടെയാണ്. സ്ഥലം മാറി. ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് ലെഫ്റ്റ് ആണോ എന്ന് തോന്നുന്നു, ലെഫ്റ്റിൽ പോയി നോക്കാം. അല്ല ഗൈസ്, ലെഫ്റ്റും അല്ല. ലെഫ്റ്റിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്കാണ് ഒരു പാലത്തുമ്പലാണ് നമ്മളെത്തുക. നമുക്ക് അവിടെയാണ് പോകുന്നത്, വീട്ടിലാണ് പോകേണ്ടത്. അപ്പം നേരെ പോയിട്ട് പിന്നെയും ലെഫ്റ്റ് എടുത്തിട്ട് തട്ടും. ഞാനിപ്പം റോട്ടിൽ വരുന്ന ഇതൊക്കെ മഞ്ഞ, അല്ലെങ്കിൽ അവിടെ അടി തട്ടി നിൽക്കും. ആ മഞ്ഞ ഇതിലാണ് നമുക്ക് പോകേണ്ടത്. ലെഫ്റ്റ് എടുത്തിട്ട് ഒന്ന് മുന്നോട്ട് പോയിട്ട് പിന്നെ റൈറ്റ് എടുക്കുക. റൈറ്റ് ആണെന്ന് തോന്നുന്നു. റൈറ്റ് തന്നെ. റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെത്തി. അല്ല, ലെഫ്റ്റ് എടുക്കണ്ട, പിന്നെ ലെഫ്റ്റ് തന്നെ എടുക്കണം. എനിക്ക് വയ്യൊക്കെ ഓർമ്മയുണ്ടെന്ന് വെച്ചാൽ സിറ്റി 1 കുറേ കാലം നമ്മൾ ലാൻസർ ഒന്ന് പണിയണമെന്നുണ്ടായിരുന്നു. അപ്പം ലാൻസറിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ സിറ്റി 2 ഹൗസിൽ വന്നതാണ്. ഇനി നിങ്ങൾക്ക് അവിടെ നിർത്തിയിട്ട് ഇതിൻ്റെ വണ്ടിയുടെ വിശേഷങ്ങളും കാര്യങ്ങളും പറഞ്ഞുതരാം. വണ്ടി ഒരു കുട്ടിയിലും വണ്ടിയാണ്. അവിടെ സൈഡൊക്കെ കണ്ടില്ലേ, പഠിച്ചതാണ്. അതവിടെ മറ്റേ റേഞ്ചർ റോവറിൻ്റെ അവിടെ അടിച്ചാണ്. ഇനി റേഞ്ചർ റോവറിന് വേറെ പൈസ കൊടുക്കേണ്ടി വരും. ഇനി ഞാൻ വണ്ടിയുടെ സിസ്റ്റമാറ്റിക്കലി കാണിച്ചു തരാം. അല്ല, എന്നാൽ ചെയ്തതെന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ ചെയ്തത് വണ്ടി എനിക്ക് ആദ്യം തന്നെ നമ്മൾ ചെയ്തതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ഫ്രണ്ട് ബമ്പർ മാറ്റി. എന്നിട്ട് ബോണറ്റിൽ നമ്മൾ കുറച്ച് പണി ചെയ്തിട്ടുണ്ട്. ബോണറ്റ് മാറ്റി, ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ ബോണറ്റ് സ്റ്റോക്കായിരുന്നു, അത് മാറ്റിയിട്ട് വേറെ ബോണറ്റ് വെച്ചു. പിന്നെ നമ്മൾ ബാക്കിൽ സ്പോയിലർ വെച്ചു. ബാക്കിലത്തെ ബമ്പർ മാറ്റി, റിയർ ബമ്പർ മാറ്റി. എന്നിട്ട് നമ്മൾ ഇതടിച്ചു, കൂളിംഗ് അടിച്ചു. ബ്ലാക്ക് കളർ നല്ല കൂളിംഗ് അടിച്ചു. എന്നിട്ട് അലോയി മാറ്റി. അലോയി ഒരു ബ്ലാക്ക് വേറെ അലോയി ആക്കിയിട്ടുണ്ട്. ഈ അലോയി ചേഞ്ച് ചെയ്യണമെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. അലോയി ഇട്ടിയാന്ന് അലോയി പിന്നെ നല്ല രസമൊന്നുമില്ല. അത്
സ്റ്റോക്ക് അലോയ് ആണോ അല്ലെങ്കിൽ വേറെ അലോയ് വേണോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മൾ ആ അലോയ് എടുക്കുന്നതായിരിക്കും. ഇനി ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് സൗണ്ട് കാണിച്ചു തരാം. വണ്ടീൻ്റെ എൻജിൻ ഞാൻ മാറ്റിയിട്ടില്ല കേട്ടോ. എൻജിൻ മാറ്റാത്തതിൻ്റെ മെയിൻ കാരണം ഇത് സ്റ്റാർട്ടാക്കിയിട്ട് എന്ന് പറഞ്ഞൊരു സൗണ്ട് ഉണ്ട്, അത് കിട്ടില്ല. ഒരു നല്ല സൗണ്ടുള്ളൊരു വണ്ടിയാണിത്. അത്ര സൗണ്ട് ഇല്ല എന്ന് പറയുന്നില്ല, പക്ഷെ നല്ല സൗണ്ട് ഉണ്ട്. സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെ എനിക്കൊരു പുകയൊക്കെ വന്ന് നല്ലൊരു ഇതായിട്ടുള്ള വണ്ടിയാണ്. പക്ഷേ ഞാൻ എക്സോസ്റ്റ് ബർബിളും ഷോട്ടൊക്കെ വെച്ച് വാൽവട്രോണിക്കിൻ്റെ പവറൊക്കെ ആക്കി, അതിലും പവറുണ്ട്. ഇതൊന്ന് ഇപ്പം ഷോട്ടും ബ്രെന്നെല്ലാം ഉണ്ടാവും ഇടയ്ക്കിടയ്ക്ക്. അതുകൊണ്ട് നല്ല വണ്ടി പക്ക വണ്ടി ആക്കിയിട്ടുണ്ട്. ഇനി ഇതിന് ശേഷം മറ്റൊരു വീഡിയോ ആയി സ്റ്റേ ട്യൂൺഡ്. ബൈ ദ ബൈ, ഇറ്റ്സ് മീ സൈനിങ് ഔട്ട്, നബു എക്സ്.